വാട്ട് ഈസ് ബേക്ക് കാസ്റ്റിംഗ് പാർട്ട് നമ്പർ 1. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ബേക്ക് കാസ്റ്റിങ്ങിൻ്റെ 5 പാർട്സിനെ കുറിച്ചിട്ട് പറയാനാണ്. ഓക്കെ, ഇത് ടോട്ടലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ ഗൈസ്, കാരണം ഇതിൻ്റെ എല്ലാ പാർട്സിലും പല നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന് എന്താണ് എക്സ്പ്ലനേഷൻ, എങ്ങനെ അറിയാം, എന്തുകൊണ്ട് ക്ലാഷ് വീഴുന്നു, അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 പാർട്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, കാരണം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 5 പാർട്സ് ഇമ്പോർട്ടൻ്റ് ആയ 5 പാർട്സാണ്. ദിസ് ഈസ് തമ്പാർ. ഇതാണ് തമ്പാർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് അമർത്തി കഴിഞ്ഞാലാണ് നൂല് ഇതിൽ നിന്ന് സ്പൂളിൽ നിന്ന് പുറത്തേക്ക് കിട്ടും. ഓക്കെ, കാസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ദിസ് ഈസ് തമ്പാർ. അപ്പോൾ സെക്കൻഡ് വൺ ഈസ് ഇമ്പോർട്ടൻ്റ് ഹാൻഡിൽ. നമ്മളെ സ്പിന്നിങ് റീൽ പോലെയല്ല ബേക്ക് കാസ്റ്റിങ്ങിൽ 2 ഹാൻഡിൽസ് വരും. ഓക്കെ, ഒരു ഹാൻഡിൽസ് വരുന്നതുണ്ട്, പക്ഷെ അത് ഭയങ്കര റയറായിരിക്കും. റയറായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മളത് യൂസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ജിഗ്ഗിങ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതിനാണ്. പിന്നെ ദിസ് ഈസ് ഹാൻഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡിലാണ്. തേർഡ് വൺ ഈസ് സിമ്പിളായി ഡ്രാഗ്. ഈ തള്ളി നിൽക്കുന്ന ഈ ഹാൻഡിലിൻ്റെ തൊട്ടെപ്പോഴും ഹാൻഡിലിൻ്റെ തൊട്ടടുത്തായിരിക്കും എപ്പോഴും ഡ്രാഗ് വരിക. ഓക്കെ, ഇതിനോട് ചേർന്നിട്ടായിരിക്കും ഡ്രാഗ് വരിക. ഓക്കെ, അപ്പോൾ തേർഡ് വൺ ഡ്രാഗാണ്. പിന്നെ ബേക്ക് കാസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ സംഭവം, ടെൻഷൻ നോബ് എന്ന് പറയും. ഇതാണ് ടെൻഷൻ നോബ്. നമ്മളെ സ്പൂള് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ടെൻഷൻ നോബ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ ആണ് ടെൻഷൻ നോബ്. ഫിഫ്ത്ത് വൺ ഈസ് നമ്മളുടെ ബ്രേക്കിംഗ് സിസ്റ്റം, മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയും നമ്മളുടെ. ആൻഡ് ലാസ്റ്റ് വൺ ഞാനൊരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് പറയേണ്ടതെന്നുള്ളൂ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ കുറേ പേർക്ക് അറിയാത്തവരുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് അതും കൂടി കാണിച്ചേക്കാം കേട്ടോ. ഇത് ഈ സൈഡിൽ ഒരു സ്വിച്ച് പോലത്തെ കണ്ടില്ല, അത് ജസ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് തുറക്കുക, ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് തള്ളി വലിക്കുക, ഇങ്ങനെ എടുക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൾ എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അതിൽ സെയിം ആയിട്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കുക, പ്രസ് ചെയ്ത് വയ്ക്കുക, ഈ സാധനം തിരിച്ച് വയ്ക്കുക. ഇത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ചില ബേക്ക് കാസ്റ്റിങ്ങിൽ, പക്ഷേ അടിയിൽ തന്നെ ആയിരിക്കും മിക്കതും വരിക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇച്ചിരി മാറ്റം ഉണ്ടാവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജസ്റ്റ് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോ ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.